ഇന്നേ കണ്ടോ നല്ല സൂപ്പർ ഇഞ്ചി കേട്ടോ. അന്ന് നമ്മൾ പറിച്ചില്ലായിരുന്നോ? അപ്പം ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഇഞ്ചി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടും, ഒരു സംശയമില്ല. സംഭവം സിമ്പിളാ, പക്ഷെ പവർഫുള്ളും. അപ്പം ഇനി ഒന്ന് ചിരണ്ടി എടുക്കട്ടെ. ഫുള്ള് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയിലെടുക്കണം. അപ്പം നമ്മൾ നല്ല വൃത്തി ചിരണ്ടി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഈ ഒരു രീതിയിലാട്ടോ മുറിക്കുന്നത്. വലിയ വലിപ്പം ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഇതിന് വെയിലത്തിടാം കേട്ടോ. ഒരു 3-4 വെയിൽ കൊണ്ടോട്ടെ, നന്നായിട്ട് ഉണങ്ങി വരട്ടെ. വെള്ളമായി ഒരു ശകലം പോലും വേണ്ട. അപ്പൊ നമ്മൾ ആക്കുന്ന മരുന്നിന് കേടൊന്നും ഉണ്ടാവാതിരിക്കും കേട്ടോ. അപ്പൊ ഇതുപോലെ നമുക്ക് നിരത്തിയിടാം. അപ്പൊ നമ്മൾ ഇഞ്ചി എല്ലാം അരിഞ്ഞ് വെയിലത്തിട്ടില്ലായിരുന്നോ? ഇതൊരു 4 ദിവസത്തെ ഉണക്കണ്ടേ. നന്നായിട്ട് ഞാൻ ഉണങ്ങി എടുത്തിട്ടുണ്ട്, ഒരു വെള്ളാംശം പോലും ഇല്ലാതെ. ഇത് കണ്ടോ. അപ്പൊ നമുക്കേ ഇതിലോട്ട് തേൻ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പച്ച ഇഞ്ചി ഇടാം. ഇതുപോലെ ചുക്കാക്കണമെന്നൊന്നുമില്ല. പച്ച ഇഞ്ചിയാണെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് എടുത്ത് കഴിക്കാൻ തുടങ്ങാം. പക്ഷെ അധികം നാളിരിക്കില്ല, 1 മാസമൊക്കെ ഇരിക്കത്തുള്ളൂ. അല്ലെ കൂടിപ്പോയാൽ 2 മാസം ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉപയോഗിക്കാം. പക്ഷെ അത് അത്ര ഒരു സുഖമില്ലല്ലോ. ഇതുപോലെ ചുക്കാക്കി ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് 6 മാസം വരെ ഇത് ഉപയോഗിക്കാം. 6 അല്ല, അതിൽ കൂടുതൽ ഒരിക്കലും ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ കൂടുതൽ നാളുകൾ ഇരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ചുക്കാക്കിയത് കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും ഗ്യാസും അതുപോലത്തെ അസുഖങ്ങളൊന്നും വരില്ലല്ലോ. ഗ്യാസ് വരുന്ന സമയത്തല്ലേ നമ്മൾ ഇത് കഴിക്കുന്നത്. അപ്പൊ ഗ്യാസിന് മാത്രമല്ല, നെഞ്ചരിച്ചില്, തലവേദന, പിന്നെ കഫമില്ല, നമ്മുടെ തൊണ്ടയ്ക്കുള്ള കഫം, ഇങ്ങനെ പോവാത്ത കഫം, അതിനൊക്കെ ഭയങ്കര ബെസ്റ്റാട്ടോ. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഇരുന്നല്ല ഇന്നത്തെ കാലത്ത് അധികം ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഗ്യാസിന്റെ അസുഖം വേഗം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ബെസ്റ്റാട്ടോ. ചെറുതേനാണ് ഏറ്റവും നല്ലതാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ചെറുതേനില്ല, സാധാരണ തേനാ ഉള്ളത്. അപ്പൊ അത് ഒഴിച്ചു കൊടുക്കാം. ഇത് ചുക്കായതുകൊണ്ട് കുറച്ചധികം തേൻ ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിനാന്ന് വെച്ചാൽ ഇതൊന്ന് കുതിർന്നിങ്ങനെ പൊങ്ങി വരൂ കേട്ടോ. അതിന് വേണ്ടിയാണ്. കണ്ടോ, എപ്പോഴും 250 ഗ്രാം ചുക്കാണെങ്കിൽ നമ്മളൊരു 350 ഗ്രാം തേൻ എടുക്കണം. അത്ര അധികം തേൻ ഉണ്ടാവണം കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ഇതുപോലെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വൃത്തിയിൽ അടച്ചു വെക്കാം. പച്ച ഇഞ്ചി ആണെങ്കിൽ നല്ല ഗ്യാസ് ഉണ്ടാവും. ചുക്കിന് അങ്ങനെ ഗ്യാസ് ഇല്ലാതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ പച്ച ഇഞ്ചി ഇതുപോലെ ഒഴിക്കുന്നെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് തുറന്ന് നോക്കണം. ഒരു 1-2 ദിവസം ഒന്ന് അടപ്പൊന്ന് തുറന്ന് ശരിയാക്കി കൊടുക്കണം. അല്ലെ ഗ്യാസ് തിങ്ങൂലേ. ഇനിയിപ്പോൾ അങ്ങനെ ഗ്യാസിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇത് എന്നാന്ന് ചോദിച്ചാൽ ചുക്കായതുകൊണ്ട് നമ്മൾ എങ്ങനെ എടുക്കുമ്പോൾ ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇത് എടുക്കാവുള്ളൂ. പച്ചയിഞ്ചിയാണ് നിങ്ങൾ 10 ദിവസം കഴിയുമ്പോൾ തൊട്ട് എടുത്ത് ഉപയോഗിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇത് കഴിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ 2 കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ തേനും കൂടി കുടിച്ചാൽ മതി. ശരിക്കും ഈ തേൻ ഇഞ്ചി എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ നെഞ്ചരിച്ചിലില്ലേ, നെഞ്ചരിച്ചിലിന് മെയിൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കേട്ടോ. ആ സ്പോട്ടിൽ നമുക്ക് നെഞ്ചരിച്ചിൽ കുറയും. പക്ഷെ എല്ലാ നെഞ്ചരിച്ചിലിനും നിങ്ങൾ ഇത് കഴിച്ചുകൊണ്ടേ ഇരിക്കരുത്. അമിത നെഞ്ചരിച്ചിലുണ്ട്. അപ്പൊ നമുക്കറിയാലോ, ചില ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന നെഞ്ചരിച്ചിലറിയാം. അതിനും നല്ലത്. അതുപോലെ തന്നെ രാവിലെ ഗർഭിണികൾക്ക് രാവിലെ ഛർദ്ദിക്കാനൊക്കെ ഒരു വല്ലാത്തൊരു ഇതുണ്ടാവുമല്ലോ. ആ സമയത്ത് ഇതൊരു കഷ്ണം എടുത്ത് കഴിച്ചാൽ സൂപ്പറാ. അതുപോലെ തന്നെ നമ്മുടെ മെൻസസ് ടൈമിലുള്ള വയറുവേദന, ഇതിനൊക്കെ ഈ ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് തേനും കൂടി കുടിക്കുകയാണെങ്കിൽ നല്ല ശമനം ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ. ടാറ്റാ.